ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണാത്തവരെല്ലാവരും വീഡിയോസ് കാണും. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. സൺഡേ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു വ്ളോഗാണ്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഒന്ന് ഏട്ടൻ്റെ അമ്മ വീട് വരെ ഒന്ന് പോവാണ്. അത് എറണാകുളത്താണ്, ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെയാണ് അമ്മാവന്മാരൊക്കെ താമസിക്കുന്നത്. അമ്മാവന്മാരെന്ന് അമ്മയുടെ ആങ്ങളമാരൊക്കെ താമസിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതിലൊരാങ്ങളയുടെ വീടിൻ്റെ പാല് കാച്ചലാണ്. തിങ്കളാഴ്ച ദിവസമാണ് പാല് കാച്ചൽ വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ഓൾറെഡി അറിയാം, വർക്കിംഗ് ഡേ ആണ്. ഏട്ടനാണെങ്കിലും ലീവ് കുറവാണ്, പിള്ളേർക്ക് ക്ലാസ് ഉണ്ട്. അവർക്കിപ്പോൾ കലോത്സവം ശാസ്ത്രമേളയുടെ സ്റ്റാർട്ടിങ്ങിൽ അവർക്കുള്ള മത്സരങ്ങളും കാര്യങ്ങളും പാർട്ടിസിപ്പേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, സെലക്ഷനൊക്കെ. അപ്പോൾ അങ്ങനെ ക്ലാസ്സും ഇപ്പോൾ കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടും ഞങ്ങളൊന്ന് പോയിട്ട് എല്ലാവരെയും കണ്ട് തിരിച്ചു വരാമെന്ന് കരുതി. എല്ലാവരും ഓൾറെഡി അവിടെ ഉണ്ട്. എല്ലാവർക്കൊരു അവിടെ ഒരു കല്യാണം ഫാമിലി തന്നെ ഉള്ള കാരണം ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ഇതും കൂടി കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകാമെന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരമ്മാവൻ്റെ ഫാമിലി മൂവാറ്റുപുഴയിലാണ്. കാരണം അമ്മാവൻ ഇവിടെയാണ് വർക്ക്. അപ്പോൾ അമ്മായി ഗവൺമെൻറ് ജോബ് ആയത് കാരണം ഓൾറെഡി ക്വാർട്ടേഴ്സിലേക്ക് താമസം മൂവാറ്റുപുഴയിലാണ്. അപ്പോൾ അവരും ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ മാത്രമാണ് കുറച്ച് ഡിസ്റ്റൻസിൽ ചേർത്തലയിൽ. അപ്പം ഞങ്ങളും ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുമെന്ന് കരുതി ഒരുമിച്ച് പോയി എല്ലാവരെയും കണ്ട്. പിള്ളേരെ ആണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് അവർ കാണുന്നതും. പോയി കാണാമല്ലോ എന്ന് കരുതി ഇറങ്ങിയ ഞങ്ങൾ ഉച്ചയ്ക്ക്. പക്ഷേ വിചാരിച്ച അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് ഇതൊന്ന് അരൂർ വൈറ്റില വരെ എത്താൻ എത്ര സമയം എടുക്കും എന്നുള്ള രീതിയിലാണ് കാറിൽ കയറിയിരിക്കുന്നത്. പക്ഷേ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയല്ലോ ഇപ്പോൾ ഹൈവേയിൽ. പക്ഷേ റഷോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്ത് ഡ്രൈവായിട്ട് നമുക്ക് പോരാൻ പറ്റി. ചൂട് ഭയങ്കരമായിരുന്നു, പക്ഷേ അതല്ലാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് 2-2.5 മണിക്കൂർ സമയമെടുത്ത് നമ്മൾ വൈറ്റില അല്ലെങ്കിൽ എടപ്പള്ളി എത്തുന്നത്. പക്ഷേ ഒരു മണിക്കൂർ 1.25 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പോണേക്കര എത്തി. പോണേക്കര എന്ന് പറയുന്നത് അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഇടപ്പള്ളി പോണേക്കര. അവിടെയാണ് വീട് വരുന്നത്. എൻ്റെ അമ്മ വീടും ഏകദേശം അടുത്ത് തന്നെയാണ്. അപ്പോൾ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒന്ന് പോകാൻ പറ്റും. അവിടെ അമ്മയുടെ അമ്മയുണ്ട്. അപ്പോൾ അവിടെയും പോയി എല്ലാവരെയും കാണാൻ പറ്റും. എൻ്റെ അമ്മയും അച്ഛനും അവിടെ വന്നിട്ടുണ്ട്. അവർക്കും ഇന്ന് ആ കല്യാണം ഉണ്ട്. ഇവർക്കുള്ളതുപോലെ തന്നെ ആ കല്യാണം അവർക്കും ഉണ്ട്. ഓൾമോസ്റ്റ് ഇവർ പരിചയക്കാരാണ് നേരത്തെ തൊട്ട്. അപ്പം ഞങ്ങൾ ലുലുവിൻ്റെ അവിടെയും ബ്ലോക്ക് പ്രതീക്ഷിച്ചു. പക്ഷേ ലുലുവിൻ്റെ അവിടെയും പ്രതീക്ഷിച്ച ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. തുറവൂർ അരൂർ തൊട്ട് നടക്കുന്ന വർക്കിൻ്റെ അടുത്ത വർക്ക് വരുന്നത് നമ്മുടെ കുമ്പളം എടപ്പള്ളി റൂട്ടാണ്. അപ്പോൾ ആ വർക്കും ഓൾമോസ്റ്റ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ എടപ്പള്ളി ഭാഗത്തുനിന്ന് ഒബ്രോണിൻ്റെ അവിടെ നിന്ന് വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെയുള്ള തിരക്കുകളും കാര്യങ്ങളും ഒഴിവാക്കാനായിരിക്കും പതുക്കെ ഇവിടെ പണിയും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞത്. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആ വ്ളോഗും ഉണ്ടായിരുന്നില്ല കേട്ടോ. ലുലുവിൻ്റെ അവിടെ പ്രതീക്ഷിച്ച ഒരു വ്ളോഗും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ഒന്ന് സിഗ്നലിൽ ചെന്ന് നിന്നു. സിഗ്നൽ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതിലൂടെ നമ്മൾ നേരെ പോണേക്കരയ്ക്ക് കയറുന്നത്. ലുലുവിൻ്റെ അവിടെ അറിയാമല്ലോ, അവിടെ പിന്നെ എപ്പോഴും തിരക്ക് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 1.5 ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് കൂടിയിട്ട് ടയേർഡൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ അമ്മാമ്മ എന്ന് പറയണത് അമ്മായിയുടെ അമ്മയാണ്. അമ്മാമ്മ ഇവരുടെ ഒപ്പമാണ് താമസിക്കുന്നത് മൂവാറ്റുപുഴയിൽ. അപ്പം അമ്മാമ്മയും അതുപോലെ തന്നെ ഏട്ടൻ്റെ ചിറ്റ അമ്മയുടെ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് വൈകിട്ടത്തേക്കുള്ള ഭഗവതി സേവയ്ക്കുള്ള പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുക. അപ്പം മുകളിൽ ഓൾറെഡി അവർ ശാന്തിമാർ 2 പേര് വന്നിട്ട് കളമൊക്കെ വരക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ വരച്ച് സെറ്റാക്കിയിട്ട് പോയിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 8 മണിയോട് കുളിച്ച് അവർ തിരിച്ചെത്തും. ഇത് അമ്മാവന്മാരുടെ മക്കളാണ് കേട്ടോ, ജിത്തുവും സുദേവും. മൂവാറ്റുപുഴയിലുള്ള അമ്മായിയുടെ മോനാണ് സുദേവ്. ഒരാളുകൂടെ ഉണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നന്ദു. അവരെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാനും അവരെ കാണുന്നത്. പിന്നെ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇടയ്ക്ക് അങ്ങോട്ട് വരും. ഈ ഓണത്തിന് അങ്ങനെ ആരും വന്നില്ലായിരുന്നു. എല്ലാവരും തിരക്കുകളും വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർത്തലയിലാണ് കൂടിയത്. ഇവിടെ വരുമ്പോൾ എല്ലാവരോടും സംസാരിക്കും. അമ്മായിയാണ്, മൂവാറ്റുപുഴയിലത്തെ അമ്മായിയാണത്. ഇതാണ് ഇളയമോൻ നന്ദു. അമ്മാവനൊക്കെ ഉറക്കമാണ് കേട്ടോ ഉച്ചയ്ക്കത്തെ കല്യാണമൊക്കെ കൂടി വന്നിട്ട്. പിന്നെ അമ്മയും സാരി മാറി ഇവരോടൊപ്പം കൂടി പൂജാ സാധനങ്ങളൊക്കെ നന്നാക്കാനിരുന്നു. പിന്നെ നമുക്ക് ആ പണിയൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. നമ്മളിവിടെ വരുമ്പോൾ എല്ലാവരോടും കാണുക, സംസാരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് അമ്മായി പറഞ്ഞത് നാളത്തേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു, പക്ഷേ ഗ്യാസ് സ്റ്റവ് മാത്രം മേടിച്ചിട്ടില്ല, മറന്നു പോയതാന്ന് പറഞ്ഞു.
പിന്നെ അത് നമുക്ക് മേടിക്കണമെങ്കിൽ ഇടപ്പള്ളിയിൽ എന്തായാലും ചെല്ലും. ലുലു കയറി മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നമുക്ക് ഒരു ഐറ്റം മേടിക്കാനായിട്ട് ലുലുവിൻ്റെ അകത്ത് കയറേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യണം, അതുമൊക്കെ ചടങ്ങാണ്. അപ്പം ഞാനും ജിത്തും കൂടെ പോയിട്ട് നന്ദിലത്തോ പിട്ടാപ്പള്ളിയിലോ പോയിട്ട് സാധനം മേടിക്കാമെന്ന് കരുതി. രണ്ടും അടുത്തടുത്താണ് കേട്ടോ, ടോളിൻ്റെ അവിടെ ഇടപ്പള്ളി. ഞാൻ ആദ്യം പിട്ടാപ്പള്ളി കയറി. അവിടെ കയറിയിട്ട് നമുക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ കയറാമല്ലോ എന്ന് കരുതി. പക്ഷേ ഓണം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. നമുക്ക് പറ്റിയ സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. 3 ബർണറിൻ്റെ ഒരു ഗ്യാസ് സ്റ്റവ് അത്യാവശ്യം നല്ലത് തന്നെ നമ്മൾ നോക്കിയെടുത്തു. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ സാധനം സെലക്ട് ചെയ്തെങ്കിലും ബില്ലടിച്ച സാധനം നമ്മുടെ കയ്യിൽ കിട്ടാൻ 1 മണിക്കൂർ എടുത്തു. ഞാനപ്പോൾ കരുതി ഒരു ഐറ്റം എടുക്കാനായിട്ട് ഇത്രയും നേരം എടുത്തെങ്കിൽ ഇതിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവരുടെ കാര്യം എന്തായിരുന്നു. ഓണം കഴിഞ്ഞിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സൺഡേ ആയതുകൊണ്ടും ആ സൺഡേയുടെ തിരക്കും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഭയങ്കര താമസമായിരുന്നു ബില്ലടിച്ച് കിട്ടാൻ. അങ്ങനെ ഞാൻ കുറേയൊക്കെ കിടന്ന് കറങ്ങി അവിടെ ഇവിടെയൊക്കെ നടന്ന് ഓഫേഴ്സ് ഉണ്ടോ അങ്ങനെയാണല്ലോ നമ്മൾ നോക്കുന്നത്. പിന്നെ ടേബിൾ ഫാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി. വലിയ ഓഫേഴ്സോ കാര്യങ്ങളൊന്നുമില്ല, എല്ലായിടത്തുള്ള പ്രൈസൊക്കെ തന്നെ. തിരിച്ച് ഞാനും ജിത്തും വീടെത്തിയപ്പോൾ തന്നെ സന്ധ്യയായിട്ട്. എപ്പോൾ പോയതാണെന്ന് 1.5 മണിക്കൂർ മുമ്പേ പോയതാണ് ഒരു സാധനം മേടിക്കാനായിട്ട്. എത്ര നേരം എടുത്തു. ഇവിടെ തിരിച്ചെത്തിയപ്പോൾ സന്ധ്യയായി. എല്ലാവരും കുളിച്ച് റെഡിയായിരിക്കുവാണ് പൂജയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം മുകളിലെല്ലാം സെറ്റായി. പൂജ ഓൾമോസ്റ്റ് തുടങ്ങി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം മുകളിലിരുന്നോളൂ. കാരണം പിള്ളേർ സമ്മതിക്കില്ല അധികം നേരം ഇരിക്കാനായിട്ട്. അപ്പോൾ അവരെയും കൊണ്ടുവന്ന് കുറച്ച് നേരം ഭഗവതി സേവയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ കണ്ട് കുറച്ച് പ്രാർത്ഥനയൊക്കെ കേട്ട് അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ താഴോട്ട് പോകുന്നു. താഴെ വന്നിരുന്ന് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ അമ്മായി വന്നിട്ട് പറഞ്ഞ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു. 9 മണി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മേളിൽ ചെന്ന് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു. പായസമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിച്ച് പിന്നെ വീടിൻ്റെ അകമൊക്കെ ഞാനൊന്ന് വീഡിയോ ഒക്കെ എടുത്തു. നല്ല രീതിയിലാട്ടോ വർക്കൊക്കെ ചെയ്തേക്കുന്നത്. റൂംസ് ആണെങ്കിലും അവർക്ക് അവരുടെ സൗകര്യത്തിനുള്ള ഒരു വീടായിട്ട് തന്നെയാണ് അവർ ചെയ്തെടുത്തിരിക്കുന്നത്. അവർ 3 പേരേ ഉള്ളൂ, അമ്മാവൻ, അമ്മായി, ജിത്തു. ഇനിയിപ്പോൾ അവനൊരു ഫാമിലി ആയാലും അവർക്ക് പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഡിഫറെൻറ്റ് വർക്കാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ ആയിക്കോട്ടെ, ഹോളി ചെയ്തിരിക്കുന്ന വർക്കാണെങ്കിലും എല്ലാം കൊള്ളാം. ഇനിയിപ്പോൾ ഇന്നത്തെ ഇത് കഴിഞ്ഞ് നാളെ പാലുകാച്ചൽ, തിങ്കളാഴ്ച പാലുകാച്ചൽ കഴിഞ്ഞിട്ട് വേണം അവർക്ക് സാധനങ്ങളൊക്കെ താഴത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഞങ്ങളപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരോടും സംസാരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതുകയാണ്. കാരണം അല്ലെങ്കിൽ പിള്ളേർക്ക് ക്ലാസ്സിൽ പോകണ്ടല്ലേ. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു ഹാപ്പി ഡേ ആയിരുന്നു. എല്ലാവരെയും കണ്ടു, സംസാരിച്ചു. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് ഇനിയും കാണാം വീഡിയോസ് എടുക്കുമ്പോഴേക്കും. അപ്പോൾ ദെൻ ഓക്കെ, ബൈ, സീ യു.